വരുത്തൻ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് ഞങ്ങൾക്ക് വാഗമണിലായിരുന്നു ഷൂട്ട്. അപ്പോൾ വാഗമണിൽ ഷൂട്ട് നടക്കുന്ന സമയത്ത് എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ അഭിനയിക്കുന്നതുകൊണ്ട് ഡബ്ബിങ്ങും ഉള്ളതുകൊണ്ട് ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്ത് എനിക്ക് സീരിയൽ ഡബ് ചെയ്യാനായിട്ട് ഞാൻ എവിടെയാണോ ഉള്ളത് അവിടെ ഏതെങ്കിലും ഒരു സ്റ്റുഡിയോ കണ്ടുപിടിച്ച് ഡബ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ വാഗമൺ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തൊടുപുഴയിലാണ് അടുത്തൊരു സ്റ്റുഡിയോ ഉള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടിയിൽ തന്നെയാണ് പോകുന്നത്, ഈ ഇന്നോവ വണ്ടിയിൽ തന്നെയാണ്. ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്ത് നേരെ വണ്ടി എടുക്കുക, വാഗമണ്ണിൽ നിന്ന് തൊടുപുഴ വരിക, ഡബ് ചെയ്ത് ഇങ്ങോട്ട് അയക്കുക, തിരിച്ച് വീണ്ടും വാഗമണ്ണെത്തുക. അങ്ങനെ ഒരു ദിവസം രാത്രി 9 മണിക്ക് ശേഷമാണ് ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വന്നത്. അപ്പോൾ ഞാൻ സ്റ്റുഡിയോ വിളിച്ച് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ 1.5 മണിക്കൂറുണ്ട് വാഗമണ്ണിൽ നിന്ന് തൊടുപുഴ എത്താനായിട്ട്. വാഗമണ്ണിൽ തൊടുപുഴ എത്തി ഡബ്ബിങ് കഴിഞ്ഞ് തിരിച്ച് ഞാൻ വാഗമൺ എത്തുമ്പോൾ രാത്രി 1:30 മണിയായി. 1:30 മണിക്ക് ഞാൻ വാഗമൺ കുരിശടി, അതായത് കുരിശുമലയുടെ അവിടെ എത്തുമ്പോഴേക്കും ഫുൾ കോടമഞ്ഞാണോ, എനിക്കൊന്നും കാണാൻ വയ്യ. ഈ കുരിശുമലയുടെ അടുത്തുനിന്ന് കുരിശുമലയിലേക്ക് കയറുന്ന എൻട്രൻസിൽ നിന്ന് ഞാൻ താമസിക്കുന്ന റിസോർട്ടിലേക്ക് വെറും 3 കിലോമീറ്ററേ ഉള്ളൂ. ആ 3 കിലോമീറ്റർ പോകാൻ 3/4 മണിക്കൂർ എടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. കാരണം ഇത് നിലമ്പൂരേക്കുള്ള യാത്രയിൽ എനിക്ക് മഞ്ഞ ലൈൻ കാണാൻ പറ്റുമായിരുന്നെങ്കിൽ ഇത് അതുപോലുമില്ല. അവിടെ മഞ്ഞ ലൈൻ ഇല്ല, സെൻട്രലിൽ മഞ്ഞ ലൈൻ ഇല്ല, ഒരു ലൈനും ഇല്ല. എനിക്ക് ആകെ കാണാൻ പറ്റുന്ന ഡിം ഇട്ട് കഴിഞ്ഞാൽ ടാറ് മാത്രം കാണാം, റോഡിലെ ടാറ് മാത്രം. വേറെ മലകളോ അല്ലെങ്കിൽ ചെടികളോ മരങ്ങളോ ഒന്നും കാണാൻ പറ്റുന്നില്ല. പതിയെ ഉരുട്ടി ഏകദേശം 3/4 മണിക്കൂർ എടുത്ത് ഞാൻ റിസോർട്ടിലെത്താനായിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു അപകടകരമായ അവസ്ഥയിലൂടെ മാത്രം സഞ്ചരിക്കുമ്പോഴേ നമുക്കൊരു ചെറിയൊരു ഭയമുള്ളൂ. ഇല്ലെങ്കിൽ ഹൈ റേഞ്ചാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഹൈ റേഞ്ചിൽ വണ്ടി ഓടിക്കാനും ഭയങ്കര ഇഷ്ടമാണ്.